സ്വപ്പം മ്യൂസിക് കേൾക്കാം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഞാനൊരു കഥ കേട്ടായിരുന്നു കേട്ടോ. ഒരാൾ പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ ആ നൈരാശ്യ കഥയിൽ നിന്ന് തുടങ്ങാം. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പോൾ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിനെ തേടും പൂവിൻ മുട്ട്. ഞാൻ താങ്കളുടെ കഥ കേട്ടപ്പോൾ മനസ്സിലായതാണ്, വണ്ടിന് എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോയി തേൻ കുടിക്കാം, പക്ഷെ പൂവിൻ മുട്ടിന് ആ വണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴും അങ്ങനത്തെ ആ അവസ്ഥയിൽ തന്നെയാണോ? ആ അവസ്ഥയിലാണോ വെച്ചാൽ അല്ല, എനിക്ക് ഞാൻ പൂമുട്ടുന്നല്ല ഇപ്പോൾ. ഉണ്ടാവുമ്പോൾ പൂവിൻ്റെ മൊത്തം വന്നിരിക്കുമല്ലോ, പൂവിൻ്റെ പുക എന്ന് പറഞ്ഞാൽ അല്ലേ. ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടോന്നൊക്കെ ഇപ്പൊ അവസാനം പറഞ്ഞ വേർഡ്സ് വെരി ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. ഹൃദയത്തെ തട്ടി പറഞ്ഞതാ, ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. കേരളക്കരയാകെ അലയടിക്കുന്ന ഒരു പാട്ട്, വണ്ടിനെ തേടും പൂവിൻ മുട്ട്. തകർക്കാണ്, വൈവാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര 1,20,000 പരം പേരുകൾ ആളുകൾ റീൽസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഈ പുതിയ വൈബ് പാട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ പഴയ സ്റ്റൈലിൽ വന്നിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറ്റേ തൊപ്പിയൊക്കെ എടുത്ത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നുമില്ല, കാരണം മലയാളികൾ മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ പാട്ടിന്റെ പിന്നാലെയാണ്. ആ പാട്ടുണ്ടാക്കിയവർക്ക് അറിയില്ല, ഉറപ്പാണോ? ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് ഈ പാട്ട് എഴുതി കമ്പോസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് രജിത് പ്രകാശ്. ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം രഹ്നയാണ് ഇതിലെ ഫീമെയിൽ വോയിസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം അഖിലേഷാണ് ഇതിന്റെ മെയിൽ വോയിസ്. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി ചേർന്നപ്പം ഒരു ഭയങ്കര ഹിറ്റ്, മെഗാ ഹിറ്റ് എന്നൊക്കെ പറയാം അല്ലേ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ട്, കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അത് 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വൈറൽ. ഞാനത് എനിക്കൊന്ന് മീഡിയകളിലാണെന്ന് കണ്ടു. ഈ കൊക്ക് എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് ഒതളങ്ങാത്തുരത്ത്, അവർ ഈ പാട്ട് വീണ്ടും കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴാണ് ഇത് വൈറൽ. അങ്ങനെയാണോ ഇത് വൈറലായത്? ഇപ്പോൾ എന്നറിയില്ല, അങ്ങനെ ആണെന്ന് തോന്നുന്നില്ല. അത് കേൾക്കണമല്ലേ? അല്ല, എനിക്ക് അങ്ങനെ തോന്നല്ല, അങ്ങനെ ആണെന്ന് തോന്നല്ല. അതിൻ്റെ ഒരു ഭാഗം ആ സമയത്ത് കയറി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇട്ടാൽ ഇതിലേക്ക് ട്രാക്ഷൻ വരും എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇത് കയറിയത് എനിക്കറിയില്ല, അജ്ഞാത ശക്തിയുണ്ട് ഇത് പുറകിൽ. റീൽസ് തന്നെയാണ്. റീൽസിൽ മറ്റേ ഭയങ്കര ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ എന്താണ്, ആരാണ് ബെറ്റർ റീൽ ചെയ്യുക, കാട്, പൂവ്, പറമ്പ്, പട്ടികൾ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സാധനം വന്നോ? ഉദ്ദേശിച്ച സാധനം എല്ലാം വന്നു. എന്താ ഉദ്ദേശിച്ച സാധനം? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കഥ കേട്ടായിരുന്നു കേട്ടോ. ഒരാൾ പറഞ്ഞൊരു കഥയാണ്, പ്രണയ നൈരാശ്യത്തിലിരുന്ന സംഗീത സംവിധായകൻ. ആ ഉദ്ദേശം കിട്ടിയിട്ടില്ല, അറിയില്ല, എനിക്ക് അറിയില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാണ്, ഞാൻ തിരിച്ചും ബ്ലോക്ക് ചെയ്തേക്കാണ്. ആ വ്യക്തി എന്നെ എപ്പോഴും കാണുന്നുണ്ടോ, എൻ്റെ വാർത്തകൾ അറിയുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ സംഭവം ശരിയാ, സംഭവം ശരിയാണ്. അപ്പോൾ ആ നൈരാശ്യ കഥയിൽ നിന്ന് തുടങ്ങാം. നൈരാശ്യ കഥ തുടങ്ങിയാൻ 2 വർഷമായി ബ്രേക്കപ്പ് ആയിട്ട്. നൈരാശ്യമല്ല എനിക്കിത്. ഇപ്പോൾ കഥ വളരെ ഇൻസ്പിറേഷണൽ തീ തരുന്നൊരു കഥയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിനെ തേടും പൂവിൻ മുട്ട്. ഞാൻ താങ്കളുടെ കഥ കേട്ടപ്പോൾ മനസ്സിലായതാണ്, വണ്ടിന് എങ്ങോട്ട് വേണമെങ്കിലും പറന്നു പോയി തേൻ കുടിക്കാം, പക്ഷെ പൂവിൻ മുട്ടിന് ആ വണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴും അങ്ങനത്തെ ആ അവസ്ഥയിൽ തന്നെയാണോ? ആ അവസ്ഥയിലാണോ വെച്ചാൽ അല്ല, എനിക്ക് ഞാൻ പൂമുട്ടുന്നല്ല ഇപ്പോൾ. ഡ്രാഗൻ കുഞ്ഞ് തീതുപ്പും മുട്ട വിരിഞ്ഞപ്പോഴാണ് ഈ പാട്ടൊക്കെ സംഭവിച്ചത്. ആ നമുക്കൊരു ബോധമില്ലായ്മ ഉണ്ടല്ലോ ആ ടൈമിൽ. എന്തൊക്കെ കാണിച്ചു വിട്ടിട്ടുണ്ട്, കുറേ കാണിച്ചു വിട്ടിട്ടുണ്ട് ആ സമയത്ത്. ഒരു ബോധമില്ലായ്മ ഉണ്ടാവൂല, പോസ്റ്റ് ബ്രേക്കപ്പ് ഇഷ്യൂസ്, അത് ഓർപ്പിക്കില്ല. അതിൻ്റെ കുറേ പാട്ട് എഴുതിയില്ല, കുറേ പാട്ട് ഇറക്കരുത് ഒരിക്കലും, ഇറങ്ങാതിരിക്കണം നല്ലത് അവൾക്കും എനിക്കും. മറ്റേ ഡയറക്റ്റ് എഴുത്തുണ്ടായിരുന്നു ഇടയ്ക്ക്, ഭയങ്കര ഡയറക്റ്റായിട്ട് ഡയറി പോലെ ഇരിക്കുന്നു. അന്ന് ഇതൊക്കെ സംഭവിച്ചല്ലോ എൻ്റെ അമ്മേ എന്ന് തോന്നുന്ന രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു പാട്ടൊക്കെ. അതൊന്നും കാം ഡൗൺ കിട്ടും. ഇനി ആരായാലും ഞങ്ങൾ പേരൊന്നും ചോദിക്കുന്നത്, ആ അജ്ഞാത സുന്ദരി എന്ന് വിളിക്കണോ? എന്താണ് വിളിച്ചത്? എന്തായാലും ആ അജ്ഞാത സുന്ദരി, ഞങ്ങൾക്കൊക്കെ അജ്ഞാതയായ ആ കാമുകിക്ക് ഒരു 1000 നന്ദിയുണ്ട്. കാരണം പുള്ളിക്കാരി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു പാട്ടുണ്ടായത്. അപ്പൊ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന് പറയും. അതെ, തേച്ചിട്ട് പോയിട്ട് എന്താ കാര്യം, വിജയിപ്പിച്ച് വന്നിട്ടല്ലേ പോയെ. ഇപ്പൊ അവിടെ ഇതൊക്കെ കാണുമ്പോ പുള്ളിക്കാരി വീട്ടിൽ കണ്ടാ ഞാൻ പോയാലെന്താ. വേറൊരു സൈഡ് പറയട്ടെ, ഇത് ഞാനതെങ്ങനെ കൺസീവ് ചെയ്തെന്ന് പോലെ ഇരിക്കുമോ. ചിലർക്ക് ഇത് പറ്റിയില്ലെങ്കിൽ വേറെ ഡയറക്ഷനിലും പോവാം. ഒരു വ്യക്തിയുടെ മുകളിലാണ്. മറ്റേ വിശ്വാസവഞ്ചന നല്ലതല്ല. ഓക്കെ,
പഞ്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. സോറി ട്ടാ. ഞാൻ പണ്ട് ക്ലബ് എഫത്തിലൊരു ഇന്റർവ്യൂല് ഇതുപോലെ കറക്റ്റ് ഈ ബ്രേക്കപ്പ് സംഭവിച്ച സമയത്ത് ഒരു പാട്ട് ഇറങ്ങിയിട്ടായിരുന്നു, മനസ്സിൽ ഞാനാണോ എന്നിട്ട് ചൈതന്യ പ്രകാശ് ഒക്കെ അഭിനയിച്ചൊരു, അത് യൂട്യൂബിൽ വൈറലായിട്ട് പോയിരുന്നു ആ ടൈമിൽ. അപ്പം ബ്രേക്കപ്പ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട്, ബ്രേക്കപ്പിന് മുമ്പ് ഞാൻ താടിയൊക്കെ വെച്ചിട്ട് വേറെ ലുക്കിലായിരുന്നു കേട്ടോ. താടി ആദ്യമായിട്ട് വടിച്ച് ഇന്റർവ്യൂവിൽ പോയിട്ട് ഒരു ചത്ത മനുഷ്യൻ. ഇതിപ്പോൾ ഞാൻ കാണുന്നത് ഇതല്ല ഞാൻ. ആ ഇന്റർവ്യൂ എവിടെയും കിട്ടോ എനിക്കറിയില്ല, എനിക്ക് റീപോസ്റ്റ് ചെയ്യണമെന്നുണ്ട് ആ ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്സുകൾ. നിങ്ങൾ ആദ്യം കാണുന്നുണ്ട് ആ ഇന്റർവ്യൂ? മറ്റേ നീശ ചെറുതായിട്ട് ഇത്രമൊക്കെ ചെയ്തിട്ടൊരു വെള്ള ഷർട്ട് ഇട്ടിട്ട് അവരൊക്കെ ഉള്ളത്. അതിൽ നിന്ന് ഇതിലേക്കുള്ള വളർച്ച എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. സെൽഫായിട്ടിനെ എനിക്ക് അന്ന് അവളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ചത്ത വലിക്കുന്നത്. പിന്നെ തേച്ചിട്ട് പോയാൽ പിന്നെ മറുപടി വളരെ ശാന്തമായിട്ട് എന്താണ് കൊടുത്തത്. അന്ന് റിയാക്ട് ചെയ്തില്ല. അന്ന് മറ്റേ സാധനമായിരുന്നു, എന്താ ബ്രേക്കപ്പ് കഴിഞ്ഞാലും മറ്റേ എൻ്റെ ഉള്ളിലെ മറ്റേ അമർഷവും കാര്യങ്ങളും നമ്മൾ അറിയരുത്, എൻ്റെ ഈഗോ ജയിക്കണം എന്നുള്ള ഇതിൽ തന്നെ ഡീൽ ചെയ്ത് വിഷയമില്ല, സങ്കടമില്ല. അതുകൊണ്ട് ഭാവിയിൽ പൊട്ടോക്ക് ചെയ്തു, അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ ടൈമിൽ സെന്റിമെന്റൽ ട്രാക്ക് ഇറക്കി നോക്കിയോ? ഉണ്ട്. എൻ്റെ ഒരു ആൽബം ഉണ്ട്, ഇറ്റ്സ് ഓക്കെ ഐ ക്രൈഡ് എന്നുള്ളൊരു ആൽബം ഉണ്ട്. അതിനകത്ത് ഒക്കെ അങ്ങനത്തെ ട്രാക്കുകൾ 3 ട്രാക്കുകളുണ്ട്. കുറച്ച് ആ ഒരു ഇമോഷണൽ സൈഡ് ആണ് പിടിച്ചേക്കണത്. ഒരേ നിറഞ്ഞ ഇപ്പോൾ പാട്ട് ഇറങ്ങി. ഇതൊക്കെ പോസ്റ്റ് ബ്രേക്കപ്പിന് ശേഷം ഈ എയിംലെസ് ആയിട്ടുള്ള, ഇതെൻ്റെ പ്രശ്നം കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ബ്രേക്കപ്പിലൊക്കെ ഉണ്ടാവുന്നത് അങ്ങനൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കഥയിൽ ഞാൻ വളരെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ അധികം മറ്റേ സ്നേഹം കിട്ടി വളർന്ന അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് അങ്ങനെ സ്നേഹം, ലാളന, കൂട്ടുകാരുടെ സ്നേഹമൊന്നുമില്ല. എനിക്ക് ആകെ അറിയാവുന്നത് പടം വരയ്ക്കും. അതും ആ ചെറിയ പ്രായത്തിൽ എൻ്റെ അതിബുദ്ധിയിൽ ഞാൻ ആ ടൈമിൽ ആർട്ട് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ എക്സാമ്പിളായിട്ടൊന്നുമില്ല. ഇപ്പോൾ ശരി മൈക്ക് കാണിച്ച് മൈക്ക് വരയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കഥ ഉണ്ടാക്കും, കോമിക്സ് വരയ്ക്കായിരുന്നു. അപ്പോഴും എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് ഞാൻ ചെയ്യണമെന്നാ മനസ്സിലാവില്ല. ഒരു പ്രത്യേക ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എൻവയറമെൻ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് കിട്ടിയത്. വീട്ടുകാർക്കും എൻ്റെ പരിപാടി ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി പറഞ്ഞാൽ കട്ടിലിൻ്റെ അടിയിൽ കടന്നിരുന്ന് കോമിക്സ് ഈ ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് വാങ്ങിക്കും, എന്നിട്ട് അതിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഫ്രണ്ട്സൊക്കെ പിന്നെ വന്നു തുടങ്ങി ഇത് കോളേജ് എത്തിയിട്ടാണ്. സ്കൂളിലുണ്ട് ഒരാളൊക്കെ ഉണ്ടാവും, 2 പേരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ആളെ മറ്റേ കുറച്ചധികം സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും. ഞാൻ അങ്ങനത്തെ വ്യക്തിയാണ്. ഞാൻ ഇതൊക്കെ ഭയങ്കര വളർന്ന് ഈ തേപ്പിന് ശേഷം ചുളിവുകൾ നീ വരും അങ്ങനെ നിവർന്ന് കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നത് എന്നെ പറ്റി തന്നെ. എനിക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വേറെ ഒരു രീതിയിലായിരുന്നു. ഞാൻ അങ്ങനെ എടുത്തതുപോലെയാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. പ്രോപ്പർ എടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കില്ലായിരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണോ ഞാനെന്നാണോ? വഴിവെട്ടി വരുന്നുണ്ട്. വരും. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് നിങ്ങൾ ഇന്റർവ്യൂകളിലൊക്കെ ഒരുപാട് കഥ പറഞ്ഞു. എന്നാലും ഈ പാട്ടിനെ കുറിച്ച് പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പറയാം. ഈ പാട്ട് നിങ്ങൾ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത്, ഇദ്ദേഹം എഴുതി ട്യൂൺ ചെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. എനിക്കൊന്നും താങ്കളാണത് പറയാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നതാണ് ഞാൻ കേട്ടത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു? പ്രോസസ്സ് യൂഷ്വലി ഇതുപോലെ തന്നെ. ഞാൻ അന്നാണ് ഇയാൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, രേത്തിനെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണുദാസ് എന്നാണ് പേര്, ദാസി എന്നാണ് അയാളുടെയും ആർട്ടിസ്റ്റ് നെയിം. അയാൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനാണ്. ഞാൻ ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ ടു ആക്ടിങ്ങിലേക്കാണ് എൻ്റെ യാത്ര. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ ഞാൻ വിഷ്ണുദാസിൻ്റെ അടുത്ത് പോവുക, എടാ ഞാൻ എൻ്റെ ജോബും കാര്യങ്ങളൊക്കെ നിർത്തി കംപ്ലീറ്റ്ലി ഇറങ്ങാൻ പോവാണ്, ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, എനിക്ക് നീ മാത്രമാണ് ഒരു 1 ലൈൻ കോൺടാക്റ്റ് ആയിട്ടുള്ളൂ. അതിന് മുന്നേ പാതിര നേരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതൊരു ഇൻഡിപെൻഡൻറ്റ് സോങ് ആണ്. അത് പാടി ഞാനും ദാസിയും കൂടെ പാടി വെച്ചിട്ട് ഇരിക്കുകയാണ്. ആഫ്റ്റർ 2 years ഐ എം ഗോയിങ് ടു ഹം ആൻഡ് സെയിങ് ഞാൻ മൊത്തം നിർത്തി ഇറങ്ങുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇവൻ അങ്ങനെ ചുറ്റിക്കറങ്ങി മലമ്പുഴയൊക്കെ പോയി കണ്ട്, പാലക്കാടാണല്ലോ, പോയി കണ്ട് തിരിച്ച് വരുന്ന സമയത്ത് എന്നെ പരിചയപ്പെടുത്തി. എടാ ഇത് പാതിര നേരം പാടിയതാണ്. അന്ന് പരിചയപ്പെട്ടു, പാടിയത് ഇയാളാണല്ലേ, ഒരു കാര്യം ചെയ്തെങ്കിലോ അങ്ങനെ വിളിച്ചു. ഞങ്ങൾ ഇവൻ അപ്പോഴേ കയറി വന്ന് ഓൾറെഡി ഞാൻ ഒരു പാട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നിനക്ക് വേറൊരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു, അത് നീ എന്നെ കൊണ്ടുവന്ന് പാടിച്ചിട്ട് പറഞ്ഞു ഇത് എനിക്ക് വർക്കാവില്ല, പിന്നെ ഈ പാട്ട് എൻ്റെ കയ്യിലുള്ളതല്ല, ഇത് മറ്റേ ഏതോ ഒരു ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞു, നീ ഓർമ്മയില്ല, നീ പറഞ്ഞു ഇത് എൻ്റെ കയ്യിലുള്ളതല്ല, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അതാകുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്ന ഏരിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കയറ്റുന്നത്. എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ പോട്ടെ, നമുക്ക് വിജയിച്ചതിനെ പറ്റി മാത്രം വായിച്ചോളാം. എന്നിട്ട് കയറ്റി പാട്ട് തുടങ്ങുന്നു. വണ്ടിനകത്ത് ഇടും ഞാനൊരു പൂവിൻ മൊട്ട്, ഈ സാധനം മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് പാടി കഴിഞ്ഞിട്ട് പൂവ്, വണ്ടിന് ചുറ്റും ഉള്ള കുറച്ച് സാധനങ്ങളുടെ പേര് നീ പറഞ്ഞു എന്ന് പറയാം. ഞാനിങ്ങനെ വണ്ട്, പൂവ്, ഇല,
കായ ഞാനൊരു ഇത് കൊള്ളാം ഞാനൊരു ഇവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അറിയാമായിരുന്നു പുള്ളി മറ്റേ വേറെ സ്റ്റേജിൽ നിൽക്കാന്ന് ഇല്ല. അപ്പോൾ കാരണം അന്ന് പരിചയപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അന്ന് കണ്ടു ഇത്. ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഒരു പാട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ എവിടെ ഇരുന്നോ ഏതോ ഒരുത്തർ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നോ പുള്ളിക്കൊരു ലവ് ഫെയിലിയർ സംഭവിക്കാനും നിങ്ങൾ അവിടെ ചെന്ന് കാണാനും ഈ പടം 2 വർഷത്തോളം ഓൺലൈൻ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കാനും ഇപ്പൊ കയറി ഹിറ്റാവാനും നമ്മളിങ്ങനെ ഇരിക്കാനും ഇനി നിങ്ങളെല്ലാം ഉയരങ്ങളിലേക്ക് എത്താൻ ബാക്കി പറഞ്ഞു. അവിടെ നിന്നാണ് ആദ്യമായിട്ട് പാട്ടുണ്ടാവുന്നത്. അവിടുന്ന് റെക്കോർഡ് ചെയ്തു. അന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ റെക്കോർഡിങ് കഴിയും. അത് ദാസിന്റെ വീട്ടിൽ തന്നെ അതിന്റെ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്തത്. അല്ലാതെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയി ചെയ്തൊന്നുമല്ല. അല്ല അത് ഇയാൾക്ക് അതിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് പഴയ പാട്ടിന്റെ മോഡ് വേണം എന്നുള്ളതുകൊണ്ട് ഇത് മതി എന്നുള്ളൊരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പാടിപ്പിച്ചപ്പോൾ എനിക്ക് റെഫറൻസ് തന്ന നമ്മുടെ അതായത് ഈ ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പരിച്ചെടുക്കരുതേ ഈ സാധനമാണ് എനിക്ക് റെഫറൻസ് തന്നെ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് അത് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അപ്പോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ പരിച്ചെടുക്കരുതേ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാണ് ആ പാട്ട് പോയത്. അന്ന് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു ഇത് ഇറങ്ങുമെന്നോ. കാരണം ഇത് അപ്പോൾ ഫൺ പോലെ ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞ് ഇവൻ തന്നെ സ്വന്തമായി ഫീമെയിൽ വേർഷനിൽ പാടി. അതിന്റെ ഇടയിൽ ഒരു തിരികെ ഒരു വേർഷൻ ഉണ്ട്. അതായത് ബ്ലാങ്ക് ആയി ട്രൈ ചെയ്ത് നോക്ക്. ഒന്നുകൂടെ എലീനെ പോലെ ടാസ്ക് നിങ്ങള് ഞാനും നീയും ഒന്നിച്ച് പോകാൻ എനിക്ക് തൊണ്ട ട്രൈ ആണ്. വേറെ ഇന്റർവ്യൂല് ഒന്നുണ്ടായിരുന്നു. കണ്ടെത്തിയില്ല ഞാനും നീയും ഒന്നിച്ചു പോകാൻ ആശകളുണ്ടെന്നാലും എന്തേ നാണിച്ചു നിന്നേ. ഇതാണ് സംഭവം. ഞാൻ എത്തുന്നത് അതും ഒരു തമാശ കഥയാണ്. എല്ലാം മൊത്തത്തിലുള്ള തമാശക്കഥയാണ്. ഇവര് കൊളാബ് ചെയ്തു. ഇവര് പാട്ടുണ്ടാക്കി. അപ്പോൾ ഇവൻ പാട്ടുകൾ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ എപ്പോഴും എന്താ സ്നീക്ക് പീക്ക് കാണാറുണ്ട്. ലിറിക്സ് ആണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴും ഞങ്ങൾ കോളേജ് മുതലേ ഉള്ള ബന്ധമാണ്. അപ്പം അങ്ങനെ ആ പാട്ട് അവൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ ഈ ഓഡിയോ ഉള്ളത് ഫീമെയിൽ വോയിസ് ഇതാണ് വരുന്നത്. നീ ഈ പോർഷൻ ഒന്ന് വെറുതെ പാടി അയച്ച് എങ്ങനെയാ ഫ്രണ്ട്സ് ആണ് ഒന്ന് പാടിച്ച് ഒരു സാമ്പിൾ അയക്കുക. ശരി ഓക്കെ. അവർ ഞാൻ വാട്സാപ്പ് ഓഡിയോയില് റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്. എടാ പിച്ചൊന്നും ശരിയാകുന്നില്ല, എനിക്ക് ഹൈ പിച്ച് പെട്ടെന്ന് കിട്ടില്ല, എൻ്റെ ഒരു മീഡിയം പിച്ചാണ്. അപ്പോൾ ഫീമെയിൽ ഹൈ പിച്ചസ് കിട്ടാറില്ല. അപ്പോൾ എടാ എനിക്ക് കിട്ടുന്നില്ല, എന്നാലും കയറ്റി പിടിച്ച് പാടാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അലറി വിളിച്ച് കാറി പാടുക, ആ ഹൈ പിച്ചിൽ പാടുക. അയച്ചിട്ട് എവിടെ ശരിയാവുമെന്ന് അറിയില്ല, ഞാൻ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കും. സെറ്റ് ഇതാണ് എനിക്ക് പഴയ സ്റ്റൈൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതെടുത്തു. അപ്പോൾ ക്രാക്ക് ആവുന്നുണ്ട് വോയിസ്. അതൊക്കെ അങ്ങനെ തന്നെ അവൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാട്ടിക്കുക ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓക്കെ, ഞാൻ വേറെ സംശയിച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പാട്ടിന്റെ ലെങ്ത് കുറഞ്ഞു പോയി? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊന്ന് ലെങ്ത് ചെയ്ത് അതൊന്ന് പുതിയതായ ഒരു പേരാണ് എക്സ്റ്റൻഡഡ് വെർഷൻ. എന്താ ചോദിച്ചത്? സ്പോട്ടിഫൈയിൽ പറഞ്ഞിരിക്കുന്ന ആ സോങ് അല്ല എക്സ്റ്റൻഡഡ് വെർഷൻ തന്നെ കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. അതെ അതെ, കുറെ പേര് പറഞ്ഞു. മറ്റേ അതുകൊണ്ടാണ് ഈ റീപ്ലേകൾ കിട്ടുന്നത് കൊണ്ടാണ് ഒന്നുകൂടി കേൾക്കാം. കുറച്ചേരല്ലേ ഉള്ളൂ കിട്ടുള്ളൂ. ഒരുപാട് നേരം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ഈ ഇമ്പാക്ട് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും ഓഡിയോന്. നമുക്ക് പാട്ടൊന്ന് പാടിയിട്ട് തുടങ്ങാം. തേടും ഞാനൊരു പൂവിൻ മൊട്ട്, നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. ഞാനും നീയും ഒന്നിച്ചു പോകാൻ ആശകളുണ്ടെന്നാലും എന്നെ നാണിച്ചു നിന്നേ. നാണമല്ലഹേ ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പരിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്,
നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമള മമ്മുഖത്ത് വട്ടം പറന്നു പയ്യേ വന്നൻ തേന്നുകരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം ഈ ഉച്ചഭുവനത്തിൽ ഞാൻ പൂത്തു നിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം ഞാനൊരു പൂവൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ വണ്ടിനെ തേടും ഞാനൊരു പൂവൻ മുട്ട്. അപ്പൊ ഇതിനകത്തേ ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, ഈ പുതിയ വണ്ട് പൂവൻ മുട്ടിലേക്ക് എത്തിയോ? അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ചോദ്യമാണ്. ഈ 3 ആഴ്ച വളരെ തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം കേട്ടോ. അല്ല ഒക്കെ ഡയറക്റ്റ് ക്യാമറയോടാണ് സംസാരം മൊത്തം. സ്ഥിരമായ വണ്ടുകൾ എത്തിയോന്നാണ് എന്റെ ചോദ്യം. സ്ഥിരമായ വണ്ടുകൾ അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഇല്ല, എനിക്കൊരു കാര്യം തോന്നുന്നു, കുറച്ച് പോപ്പുലർ ആകുമ്പോൾ വണ്ടുകൾ വരും, നോർമലാണ്. പക്ഷെ ഇല്ല, അതിനൊന്നും സമയം കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. സത്യമായിട്ട് സാധ്യതകൾ ഉണ്ടാവൂലേ? അല്ല, ഈ വരാൻ താല്പര്യമുള്ളവർക്ക് താങ്കൾ ഡോറുകൾ ഓപ്പൺ. എന്റെ ഒപ്പീനിയൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അല്ല, ഈ പൂച്ചട്ടി എടുത്തിട്ട് വല്ല റൂമിലും വെച്ച് ചില്ലിട്ട് വെച്ചേക്കാണോ? ഇപ്പൊ വണ്ടുകൾക്ക് സമയമില്ല, സോറി. ഈ പൂവിന് കുറച്ചുകൂടി വളം കൊടുത്ത് വലിയ മരാക്കാണ്ട്. സോറി ഗേൾസ്. കുറെ ഈ പാട്ടിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നവരൊക്കെ ഇതിനകത്ത് ഒരുപാട് ഇന്റർമീനിങ്ങുകളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതാണോ? അത് ഓരോരുത്തർ പറയുക ഇതിന് ഇങ്ങനെയും ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ പറയാം, കീറി മുറിക്കുമ്പോൾ ആയിരിക്കും ഡീപ്പ് കിട്ടാൻ പോകുന്നത്. കീറി മുറിക്കാതെ കേൾക്കുമ്പോഴാണ് ആ സൈഡ് ആദ്യം കേൾക്കുമ്പോൾ ആ സൈഡ് കിട്ടുള്ളൂ. പക്ഷെ ഇതിന് വേറൊരു സൈഡ് ഡീപ്പായിട്ടുണ്ട്. മറ്റേ സൈഡും ഉണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എന്നെ തടഞ്ഞു തോന്നുന്നു. ദാസി വിഷ്ണുദാസ് നേരത്തെ പറഞ്ഞില്ല, അവന്റെ വീട്ടിലാണ് ഉണ്ടാക്കിയത്. എന്താണ് മോനും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എഴുതണത്? ദാസി അത് ഇവരെ ഉണ്ടാവുമ്പോൾ പൂവിന്റെ മൊത്തം വന്നിരിക്കുമല്ലോ. പൂവിന്റെ പോകെന്ന് പറഞ്ഞാൽ അല്ലേ, ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടോന്നൊക്കെ കള്ളാം. അങ്ങനെ തന്നെ എഴുതി പിടിപ്പിച്ചു. സെക്കൻഡ് വേഴ്സിലുണ്ടായിരുന്നല്ലേ? സെക്കൻഡ് വേഴ്സിൽ നീ വരെ ചോദിച്ചു തോന്നുന്നു. മറ്റേ അത് അമ്പുജി ചോദിച്ചു. ഞാനൊരു പാട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഒത്തങ്ങാത്തൂരത്തെ ഡയറക്ടർ അമ്പുജിക്ക് അയച്ചു കൊടുത്തു ട്രാക്ക്. ബ്രോ, ഇത് സുഖം പകർന്നിടാന്നൊക്കെ പറഞ്ഞ അത് വേറെ അർത്ഥത്തിൽ പോവില്ല ബ്രോ. ഇങ്ങനെ കണ്ട് സംസാരിക്കണം. അതൊക്കെ ശരിയാണോ ബ്രോ? അതൊക്കെ മാറ്റേണ്ടതെന്ന് പറഞ്ഞു. മാറ്റണോ? പുള്ളി ടെൻഷനായി, ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, അങ്ങനത്തെ അർത്ഥമൊന്നും ഇല്ല, അതും ബ്രോന് തോന്നുന്നതാണ്, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോലും തോന്നിയത് എനിക്ക് പോലും തോന്നിയിരുന്നു. അല്ല, പോപ്പുലർ ആവാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു 1-2 റീൽസ് വന്നിട്ടുണ്ട്. ഡീകോഡിംഗ് സോങ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്, ഇവനും ഇട്ടിട്ടുണ്ട്. അല്ലാതെ നല്ല പണി എടുത്തിട്ടുണ്ട് മാർക്കറ്റിങ്ങിന് പണി അറിയാം എനിക്ക്. അല്ല, ഈ 2 വർഷം മറ്റേ എന്തോ കനല് തിരയാൻ നിൽക്കരുത്, ചാരമാണെങ്കിൽ പൊള്ളുന്ന സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ട് ഒരു സിനിമയ്ക്കകത്ത്. എന്ന് പറഞ്ഞിട്ട് 2 വർഷം ഇതിങ്ങനെ ചാരത്തിന് ബോഡി വെച്ചിട്ട് അകത്തിരുന്ന് ഇവിടെ ഇരുന്ന് ഊതുവായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് കത്തിയത്. ഞാൻ ചോദിക്കട്ടെ, അപ്പം കഥയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇനി എന്താണ് ഇന്ത്യ ചൂടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ അവിടെ പോകുന്നു. പക്ഷേ ആളുകൾക്ക് അറിയേണ്ടത് എന്നാണ് നിങ്ങളുടെ പാട്ട് സിനിമയിലേക്ക് വരിക എന്നുള്ളതാണ്. ഞങ്ങളുടെ പാട്ട് സിനിമയിലേക്ക് വരിക ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ഈ പാട്ടൊക്കെ ഓൾറെഡി ഇതിപ്പോൾ ഇനി പറയാവുന്നതെന്ന് തോന്നുന്നു. അഗ്രിമെൻ്റ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നുണക്കുഴി എന്നുള്ള പടത്തിലൊരു പാട്ട് വരുന്നുണ്ട്.
കുറച്ച് പടങ്ങൾ വരുന്നുണ്ട് എല്ലാം ഇങ്ങനെ നമ്മൾ ആ ഒരു ലീഗലി അഗ്രി സൈൻ ചെയ്താൽ സ്റ്റേജ് കിടക്കാതെ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. പടങ്ങളുണ്ട് പറയാൻ ബുദ്ധിമുട്ടല്ല, അത് അറിയില്ല പറയാൻ. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങളുടെ ഒരു കോമ്പിനേഷനിലും ഉണ്ടാവും. ഞങ്ങളുടെ കോമ്പിനേഷനിലുണ്ട്. അങ്ങനെയാണ് എല്ലാം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത്രയും ഹിറ്റായ സ്ഥിതിക്ക് ആളുകൾ പ്രതീക്ഷിക്കും നിങ്ങളുടെ മൂന്നുപേരെയും കോമ്പിനേഷൻ. നിങ്ങളുടെ മൂന്നുപേരെയും കോമ്പിനേഷനിൽ വേറെ പാട്ടുകൾ അവൈലബിൾ ആണോ? വേറെ പാട്ടുകൾ ഇല്ല. ഫസ്റ്റാണ്. ഈ 2 വർഷത്തോളം ഒരു ഗ്യാപ്പ് എന്താണ് ഈ 3 പേരും കൂടി ഒരുമിച്ചൊരു വർക്ക് വരാൻ വേണ്ടി? അല്ല, ഞാൻ പറയട്ടെ, കറക്റ്റ് കഥ കേട്ടില്ലേ, സംഭവിച്ചതാണ് ഈ പാട്ട്. ഇതേപോലെ എത്ര പാട്ട് സംഭവിച്ചെന്ന് അറിയോ? എത്ര പേരെടുത്ത് പലരിടത്തും ഒരുപാട് സ്റ്റോക്കുകൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും റിലീസ്ഡ് അല്ല. ഇതിപ്പോ ഇവന്റെ ആണെങ്കിൽ തന്നെ ഒരുപാട് പാട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വീട് തന്നെ ഒരു സ്റ്റുഡിയോ ആണ്. രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്ന സമയം വരെ പാട്ട് മാത്രമാണ് ആ വീട്ടിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറങ്ങുന്നതും ആ സ്റ്റുഡിയോയിൽ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് പാട്ടുകൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് പുറത്തോട്ട് എത്തിപ്പെടാനുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓരോന്നായിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി സമയമാണല്ലോ, കാരണം ഒരു ഇനിഷ്യൽ പുള്ളി കിട്ടി. ഇനിയിപ്പോ അതിന്റെ ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും. നല്ല കണ്ടന്റ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് കൃത്യമായി എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ പറഞ്ഞു. പുള്ളി മാർക്കറ്റിംഗിൽ പുള്ളിയാണെന്ന് പുള്ളി തന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇട്ട് വെച്ചു. അല്ല, ഇത് ഞാൻ ഈ പാട്ടിന്റെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊന്നും ഞാനത് കാലിക പാടുന്ന അപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ ജസ്റ്റ് കണ്ട് പാടിപ്പിക്കുന്ന ഒരു രീതിയാണ്. പാടിക്കഴിഞ്ഞ് ഇപ്പൊ ഇവൻ ഈ അടുത്ത് ഈ പാട്ട് കയറി വരുമ്പോഴാണ് എനിക്ക് റീൽ അയക്കണേ. എടാ പാട്ട് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റീൽ അയക്കുമ്പോഴാണ് ഓക്കെ. അപ്പോഴും ഇത് ഇത്രയും ഹൈപ്പിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു കൈൻഡ് ഓഫ് തോട്ട് ഒന്നും നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല. നമ്മള് ആരൊക്കെയോ റീൽസ് ചെയ്തിട്ടുണ്ട്. റീൽസ് ചെയ്താൽ കാണുമ്പോൾ ഇത് നമ്മുടെ പാട്ടാണ്, കൊള്ളാം എന്നല്ലോ. അപ്പൊ ഇവൻ എന്നെ വിളിച്ചു ഒരു ദിവസം, ഇനി നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ കയറി വരുന്നത്. ഞാൻ ഓക്കെ ഞാൻ നോക്കാം. അപ്പോഴും ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല ഇൻസ്റ്റയിൽ, അപ്പോഴും അറിയുന്നില്ല. പക്ഷെ കുറച്ചൊരു 20K 30K അങ്ങനെ സ്പീഡ് പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓക്കെ അപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്ത് തുടങ്ങിയത് ഇങ്ങനെ നടക്കുക എന്നുള്ളത്. ഇതിൽ ഇവൻ കീറി മുറിച്ച് പരിശോധിക്കുന്ന രീതിയുണ്ട്. അതായത് നമുക്ക് 4-5 ഓഡിയൻസ് ആണ് മേജർലി ഉള്ളത് എന്നൊക്കെ ഒരു അല്ല, എനിക്ക് മനസ്സിലായി. വന്നിരുന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെ ഓഡിയൻസ് തമ്മിലുള്ള വ്യത്യാസം പുതിയ അറിവുകൾ കിട്ടാൻ വേണ്ടി. പുതിയ അറിവുകൾ നല്ലതാ. ഞാനേ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഇന്നോലം കിട്ടുന്ന ഈ മ്യൂസിക്കിനെ പറ്റി ഒരു കുന്തം അറിയാതെ ഞാൻ തന്നെ വന്നിരുന്നത് എടുക്കേണ്ടി വന്നല്ലോ. പ്രേക്ഷകരോട് മാപ്പ്. അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും മ്യൂസിക് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ ഇതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. മ്യൂസിക് ഈ ടേബിളിൽ ആരും പഠിച്ചിട്ടില്ല. ബേസിക്സ് കൂട്ടത്തിലെ ഫസ്റ്റ് ബെഞ്ചർ. പക്ഷെ എല്ലാരും കുറെയൊക്കെ സെൽഫ് മെയ്ഡ് ആണ്. സരിഗമ വരെ പഠിച്ചപ്പോഴത്തേക്ക് നിർത്തിയെന്നാണോ? ഓക്കെ, എന്തായാലും അപ്പം നമുക്ക് സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒട്ടും പാടാൻ അറിയാത്തവരെ കൊണ്ടും പഠിക്കും.